കലാമണ്ഡലം സത്യഭാമയുടെ പരാമർശത്തിൽ നിയമ നടപടി സ്വീകരിക്കാനൊരുങ്ങി ഡോക്ടർ RLV രാമകൃഷ്ണൻ. നിറത്തിലല്ല കലയിലാണ് സൗന്ദര്യമുള്ളത്. കേരളത്തിൽ കലാരംഗത്തുൾപ്പെടെ നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും അവഗണനകൾ ഉണ്ടാകുന്നു. തനിക്ക് വേണ്ടി മാത്രമല്ല വരും തലമുറയ്ക്ക് വേണ്ടി കൂടിയാണ് താൻ പൊരുതുന്നതെന്നും RLV രാമകൃഷ്ണൻ ജനം ടിവിയോട് പറഞ്ഞു. കലാമണ്ഡലം സത്യഭാമ നടത്തിയ നിറത്തിൻ്റെ പേരിലുള്ള ഒരു അധിക്ഷേപം അത് നേരിട്ട കലാഭവൻ മണിയുടെ സഹോദരനും അതുപോലെ തന്നെ നൃത്ത അധ്യാപകനുമായിട്ടുള്ള RLV രാമകൃഷ്ണൻ നമ്മോട് ചേരുകയാണ്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു പരാമർശം? നിറത്തിൻ്റെ പേരിൽ ഒരു കലാരൂപത്തിൽ നിന്നും പലരെയും മാറ്റി നിർത്തപ്പെടണമെന്നാണ് ഈ സത്യഭാമയുടെ ഒരു പരാമർശം. ഇത് വ്യക്തി ആക്ഷേപം എന്നതിലപ്പുറം നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന കറുത്തവരായിട്ടുള്ള നർത്തകരും നർത്തകിമാരും എല്ലാവരും കൂടിയുള്ളൊരു സമൂഹത്തോടൊപ്പം ഞാൻ ചേരുകയാണ്. ഇതിൽ ഞാൻ വ്യക്തിപരമായിട്ട് ഇപ്പോൾ എൻ്റെ പേരുകളുടെ അവർ പറയുന്ന ചർച്ചകളിലൊക്കെ ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരനെന്നും അതുപോലെ തന്നെ എന്താ പറയുക KPS ലളിതയുമായി വാഗ്വാദം നടത്തിയിട്ടുള്ള മോഹിനിയാട്ടക്കാരെന്നൊക്കെ പറയുമ്പോൾ വളരെ കൃത്യമാണ് ഞാൻ തന്നെയാണെന്നുള്ള കാര്യം. അതിനപ്പുറത്തേക്ക് കറുത്തവർ എന്ന് പറയുന്ന ഒരു സമൂഹത്തിന് നേരെയാണ് അവർ അമ്പെയ്തിട്ടുള്ളത്. ഈ നിറം എന്ന് പറയുമ്പോഴും അതിനപ്പുറത്തേക്ക് ഒരു ജാതിപരമായിട്ടുള്ള ഒരു അധിക്ഷേപമായിട്ട് അല്ല, നമ്മൾ നിറത്തെ പറയുന്നത് നമുക്കറിയില്ല. അവർണം സവർണം എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്കറിയാം ജാതിയെ ക്രോഡീകരിക്കുന്നത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് നമുക്കറിയാം ഇവർ ബോധപൂർവം തന്നെയാണ് ജാതി പറഞ്ഞാൽ നിയമവ്യവസ്ഥയ്ക്ക് നേരിടേണ്ടി വരുമെന്നുള്ളതും പേര് പറഞ്ഞാലും കോടതിയെ ഭയന്നുകൊണ്ട് തന്നെ വളരെ ബോധപൂർവം തന്നെയാണ് അത് ഒഴിവാക്കിക്കൊണ്ട് ഈ പറഞ്ഞ കറുത്തവൻ അല്ലെങ്കിൽ കാക്കയുടെ നിറമുള്ളവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധിക്ഷേപം തന്നെയാണ് ഇവരത് ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഇത്തരത്തിലുള്ള അവഹേളനങ്ങളോ അല്ലെങ്കിൽ ഭീഷണികളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് വളരെ മോശമായിട്ടുള്ള അവസ്ഥകളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നിട്ടുണ്ട്. 2016 തന്നെ ആദ്യമായിട്ട് ഒരു കേരള ടൂറിസം പ്രോഗ്രാമിൻ്റെ ഇവർ കോർഡിനേറ്റർ ആയിരുന്ന സമയത്ത് ആദ്യമായി ഇവർ എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ തന്നെ പറഞ്ഞു, നീ ആരാടാ, മോഹനാണോ, നീ എവിടെയാണ് പഠിച്ചത് മോഹിനിയാട്ടം, കേരളത്തിലെ ആൺകുട്ടികൾക്ക് പഠിക്കാൻ മോഹിനിയാട്ടം പഠിക്കാൻ സ്ഥലമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങളാണ് ഇവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം പലയിടങ്ങളിലും വെച്ചിട്ടും എനിക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പോകേണ്ടി വന്നിട്ടുണ്ട്. ഇവർ പറയുന്നത് ഈ കലാരൂപത്തിൽ അതായത് മോഹിനികളായിരിക്കണം, അത് പുരുഷന്മാർക്ക് ചേർന്നതല്ല, അല്ലെങ്കിലും പുരുഷന്മാർ ചെയ്താലും സൗന്ദര്യമുള്ളവർ തന്നെ ഈ കലാരൂപം ചെയ്യണമെന്നാണ്. അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ലോകത്ത് തന്നെ എത്രയോ നിറമില്ലാത്തവരും അതുപോലെ തന്നെ സൗന്ദര്യമില്ലാത്തവരായിട്ടുള്ള ആളുകളൊക്കെ നൃത്തം ചെയ്തിട്ടുണ്ട്, പേരും പ്രശസ്തിയും നേടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരു എന്താ പറയുക, ഒരു ദൈവസങ്കല്പത്തിൽ അല്ലെങ്കിൽ മോഹിനി സങ്കല്പം എന്നൊക്കെ പറയുന്നത് നമ്മൾ വിഷ്ണു മോഹിനിയായി എന്നുള്ള രൂപമാണ്. അത്ര രൂപസാദൃശ്യമുള്ള നർത്തകന്മാരെ നമുക്ക് ഇന്ന് മനുഷ്യകുലത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഇപ്പം ഈ പറഞ്ഞ വ്യക്തിക്ക് തന്നെ അത്രയും സൗന്ദര്യമുള്ള ഒരാളാണോ? ഒരിക്കലും അല്ല. ആ രൂപഘടനകളുള്ളൊരു വ്യക്തി ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ മനുഷ്യ സമൂഹം തന്നെ അത്തരം ഒരു ഘടനയിലേക്ക് എത്തുന്നില്ല. ഇവർ പറഞ്ഞ സൗന്ദര്യ സങ്കല്പം ഒരിക്കലും നമ്മുടെ മനുഷ്യ കുലത്തിൽപ്പെട്ട ഒരാൾക്കും ഉണ്ടാവാൻ സാധ്യതയല്ല. മണിച്ചേട്ടനൊക്കെ ആദ്യ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അവഹേളനങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ ഒരു കലാരംഗത്ത് മുന്നേറി വന്നത്. അതുപോലെ തന്നെയാണ് ഈ പല രംഗത്തും ഇത്തരത്തിൽ അവഹേളനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവഹേളനങ്ങൾ ഈ പറഞ്ഞ മാതിരി ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ കറുത്തവർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എല്ലാ രംഗത്തും കല എന്ന് വേണ്ട രാഷ്ട്രീയം, കല അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗ തലങ്ങളിലും ഒക്കെ ഇത്തരത്തിലെ പ്രശ്നങ്ങൾ നിലവിലുണ്ട്. പക്ഷെ അതൊന്നും ഒരു പബ്ലിക്കിലേക്ക് എത്തുന്നില്ല. കലാകാരന്മാർ വൈകാരികമായി ഇടപെടുന്നത് കൊണ്ട് തന്നെയാണ് കലാരംഗത്തെ പ്രശ്നങ്ങൾ ഇപ്പം ജാസി ഗിഫ്റ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ വിനായകൻ്റെ ഒക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെയാണ്. വൈകാരികമായി ഇടപെടുന്നവരാണ് കലാകാരന്മാർ എന്നുള്ളത് കൊണ്ട് അത് പൊതുജനങ്ങളിലേക്ക് വേഗം എത്തുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം വിവേചനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നും അടിയുറച്ച് നിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. ഈ കാക്കയുടെ നിറമാണെന്നും അതുപോലെ തന്നെ കാല് കവച്ച് വെച്ച് ഇത് അവതരിപ്പിക്കുമ്പോൾ എന്തോ തരത്തിലുള്ള അരോചകമാണെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്തായിരിക്കും അവർ ഉദ്ദേശിച്ചത്? നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം അരോചകം തോന്നുന്നുണ്ട്, അതിനേക്കാൾ ഇരട്ടി അരോചകമാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു നർത്തകം എന്നുള്ള രീതിയിൽ ഇപ്പം നൃത്തത്തിൻ്റെ സങ്കേതം എന്ന് പറയുമ്പോൾ അരമണ്ഡലത്തിലിരിക്കുക അല്ലെങ്കിൽ കാല് വട്ടം വെച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ട് കഥകളിയിലായാലും കൂടിയാട്ടത്തിലായാലും മോഹിനിയാട്ടം ഭരതനാട്യത്തിലൊക്കെ എല്ലാവരും ഈ നിലയിൽ നിന്നുകൊണ്ടാണ് നൃത്തം ചെയ്യാറുള്ളത്. അത് നമ്മൾ വിവസ്ത്രനായിട്ടല്ലല്ലോ ചെയ്യുന്നത് അരോചകത്വം തോന്നാനായിട്ട്. ഇപ്പം കളരിയിലാണെങ്കിൽ നമ്മൾ ഉടുത്തുകെട്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്യാറ്. നൃത്തത്തിൽ വേദിയിലാണെങ്കിൽ ആ നൃത്തത്തിന് അനുയോജ്യമായിട്ടുള്ള കോസ്റ്റ്യൂംസ് ധരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ അരോചകത്വം ഉണ്ടാകുക എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവണില്ല. ആരും എന്താ പറയുക വിവസ്ത്രനായിട്ട് വേദിയിൽ നൃത്താവതരണം ചെയ്യാറില്ല സാധാരണ. അങ്ങനെ ആ തരത്തിൽ അരോചകത്വം എങ്ങനെയാണ് ഉണ്ടാവണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. തീർച്ചയായും ഈ കലാമണ്ഡലം സത്യഭാമ എന്ന പേരിൽ നിന്നും ആ കലാമണ്ഡലം മാറ്റണമെന്ന് ഉള്ള അഭിപ്രായമുണ്ട്.
ഒരു പൊതു സമൂഹത്തിൽ നമ്മളൊക്കെ ഏറെ ആരാധനയോടെ കാണുന്നൊരു ഇടമാണ് കലാമണ്ഡലം. ഏതൊരു നർത്തകനും നർത്തകിക്കും കലാകാരന്മാർക്കും കലാമണ്ഡലത്തിൽ പഠിക്കുക എന്ന് പറയുന്നൊരു സ്വപ്നം തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് പഠിച്ച് കിട്ടുന്നൊരു ബിരുദമാണല്ലോ കലാമണ്ഡലം എന്നൊരു പേര് കൂട്ടിച്ചേർത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഒരു പൊതു സമൂഹത്തിൽ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ ഞാൻ RLV എന്നതിൻ്റെ പേര്, ഈ RLV എന്ന സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ ചേർക്കുമ്പോൾ ഒരു പൊതുസമൂഹത്തിൽ ഞാനൊരു മാന്യനായിട്ട് നിന്നുകൊണ്ട് തന്നെ വേണം സംസാരിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ പേര് ചേർക്കുമ്പോൾ ആ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടത് ആ വ്യക്തികൾ തന്നെയാണ്. എന്തായാലും നിയമ നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനം. ഇനി വരും തലമുറയ്ക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകരുതെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ വിപിൻ കോതച്ചിറയ്ക്കൊപ്പം M മനോജ്, ജനം, തൃശൂർ.